മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടുകാലം മുതൽക്കേ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. ധാരാളം നാരുകൾ അടങ്ങിയതിനാൽ സുഗമമായ ശോധനയ്ക്കും മികച്ച രോഗപ്രതിരോധത്തിനും ഏറെ സഹായകരമാണ് ചക്ക. ചക്ക കൊണ്ടൊരു സ്വാദേറിയ വിഭവമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ട ചേരുവകൾ: ചെറുതാക്കി അരിഞ്ഞ ഇടിച്ചക്ക ഒരെണ്ണം, തേങ്ങ ചിരകിയത് 1 മുറി, കടുക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി എരിഞ്ഞത് 1 പിടി, വെളുത്തുള്ളി ചതച്ചത് 8 അല്ലി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, വറ്റൽമുളക് 3 എണ്ണം, കറിവേപ്പില 3 ഇതൾ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. നന്നായി വറുത്തെടുക്കണം. നന്നായി വറുത്തെടുത്ത നാളികേരം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ചട്ടകം കൊണ്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചട്ടകം കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. വറ്റൽമുളക് ചെറുതാക്കി പൊട്ടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതെല്ലാം പാകമായ ശേഷം ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇടിച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് വേവിക്കണം. 7-8 മിനിറ്റ് സമയമെടുക്കും അതെല്ലാം വെന്തു പാകമായി വരാൻ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെന്തു പാകമായാൽ വറുത്ത് വെച്ച നാളികേരം വെളിയിൽ വിതറിക്കൊടുക്കുക. ഇതെല്ലാം ചട്ടകം കൊണ്ട് നന്നായി ഇത് യോജിപ്പിക്കണം. രുചികരവും ആരോഗ്യപ്രദവുമായ സ്പെഷ്യൽ ഇടിച്ചക്ക തോരൻ റെഡിയായി. ഓരോ സീസണിലും സുലഭമായി കിട്ടുന്ന ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അതുവഴി നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.